മതത്തിന്റെ പേരിലുള്ള യുദ്ധം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സുകളിൽ മാത്രമാണ്. എല്ലാ മതവിശ്വാസികളും ഒന്നിച്ച് കൈകോർത്ത് കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള പരിശ്രമത്തിലാണ്. ആരാധനാലയങ്ങൾ ഉൾപ്പെടെ ചെളികയറി നശിച്ച ഇടങ്ങൾ വൃത്തിയാക്കാൻ എല്ലാവരും ഒന്നിച്ച് പരിശ്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വെള്ളപ്പൊക്കത്തിൽ ദുരവസ്ഥയിലായ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് നേതൃത്വം ഏറ്റെടുത്ത് മലപ്പുറത്തെ ഒരു കൂട്ടം മുസ്ലിം യുവാക്കൾ അശുദ്ധിയും ഐത്തവും പടിയിറക്കി ഹൈന്ദവനും മുസൽമാനും ഒന്നിച്ച് വൃത്തിയാക്കിയത് മലബാറിലെ നിരവധി ക്ഷേത്രങ്ങൾ. പൂർണ്ണ പിന്തുണയുമായി ക്ഷേത്ര ഭാരവാഹികളും. സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ഈ മതേതര സംഗമം. വീടുകളിലേക്ക് കയറിയ ചെളിയും മലിനജലവും നീക്കം ചെയ്യുന്നതിന് ദുരിതമുഖത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം കൈകോർത്ത കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ ഇതാ മതമൈത്രിയുടെ ഏറ്റവും പുതിയ ഉദാഹരണവുമായി എത്തിയിരിക്കുകയാണ് മലപ്പുറത്തെ ഒരു കൂട്ടം മുസ്ലിം യുവാക്കൾ. പ്രളയക്കെടുതിയിൽ നാശം വിതച്ച ക്ഷേത്രത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളിലാണ് ഇവർ നേതൃത്വം വഹിച്ചത്. വയനാടിലെ വെന്നിയോട് നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് മലിനമാക്കപ്പെട്ട വെന്നിയോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ശുചീകരിക്കുന്നത് കോഴിക്കോട് മുക്കത്തു നിന്നും വന്ന 2 സംഘങ്ങളായ മുസ്ലിം യുവാക്കളായിരുന്നു. അമ്പലത്തിൽ കയറിയാൽ കുഴപ്പമുണ്ടോ എന്ന് സംശയിച്ച യുവാക്കളെ നിറഞ്ഞ മനസ്സോടെയാണ് ഹൈന്ദവർ സ്വീകരിച്ചത്. പിന്നെ ഇവർ ഒത്തുചേർന്ന് ക്ഷേത്ര ശുചീകരണം നടത്തുകയായിരുന്നു. ഇവർക്ക് വേണ്ട എല്ലാ പിന്തുണയുമായി ക്ഷേത്ര ഭാരവാഹികളും ഒപ്പമുണ്ടായിരുന്നു. മണ്ണാർക്കാട് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനിൽപ്പെടുന്ന 20 മുസ്ലിം യുവാക്കളായിരുന്നു പാലക്കാട് മണ്ണാർക്കാട് അയ്യപ്പ ക്ഷേത്രത്തിന്റെ ശുചീകരണത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.